RJ അഞ്ജലി സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നവർ നിയമ നടപടികൾ നേരിടേണ്ടി വരും. അപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ച അബ്യൂസിന് ആര് നേരിടേണ്ടി വരും? ഇവരും ഇവരുടെ ഒരു മെഹന്തിയും ഇവരുടെ കുറെ മാപ്പും കാരണം സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. അപ്പം ഞാനും ഒരെണ്ണം കൂടെ അങ്ങ് ഉണ്ടാക്കിയിട്ടേക്കാന്ന് വിചാരിച്ചു. ഇവരുടെ മറ്റു കുറെ പ്രഹസനങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RJ അഞ്ജലി ആസനത്തിൽ മെഹന്തി ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് RJ അഞ്ജലിയും നിരഞ്ജനയും കൂടി ഇട്ട വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ സാധനം വലിയ രീതിയിൽ ചർച്ചയായി, വലിയ രീതിയിൽ വിവാദമായി, വലിയ രീതിയിൽ ഇവർക്ക് സെക്ഷൽ അബ്യൂസും സൈബർ ബുള്ളിങ്ങും വന്നപ്പോൾ ഇവർ ക്ഷമാർപ്പണം നടത്തി. അത് വന്നപ്പോൾ ക്ഷമാർപ്പണം നടത്തി. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നുമല്ല ഇവർ ക്ഷമാർപ്പണം നടത്തി. ഇവര് ക്ഷമാർപ്പണം നടത്തിയ വീഡിയോയിൽ ഇവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ആർക്കാണ്ടും വേണ്ടി ഛർദ്ദിച്ചു വെക്കുന്ന ഒരു മാപ്പാണ് ഇവർ മാപ്പാക്കിയിട്ടത്. ആ മാപ്പിലും ഒരുപാട് ആളുകൾക്ക് അതൃപ്തി ഉണ്ടായി. ഈ മാപ്പിനെ തുടർന്നിട്ട് നിരഞ്ജന ഈ RJ അഞ്ജലിയോടെ വന്നില്ല, ഇവർ ഒന്നിച്ചിരുന്നാണ് ട്രോൾ ചെയ്തത് അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്തത്. എന്നിട്ട് മാപ്പ് പറയുന്നേരം RJ അഞ്ജലി മാത്രമേ ഉള്ളൂ, നിരഞ്ജന വന്നില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി നിരഞ്ജന ഇൻസ്റ്റയിൽ ആദ്യം സ്റ്റോറി ഇട്ടിരുന്നു. അതിനുശേഷം ആൾക്കാർ വീണ്ടും ഡിമാൻഡ് ചെയ്തു ഒന്നിച്ച് വന്ന് പറയണം. ഒന്നിച്ച് വന്ന് രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. ഒന്നിച്ച് രണ്ടും കൂടെ പറഞ്ഞത് ബേഷ് സാധനം. നിങ്ങൾ കേട്ടോ? ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഓക്കെ, ചേച്ചി കോയമ്പത്തൂരായിരുന്നു, ഞാൻ നാട്ടിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. ശരി, അത് നമ്മൾ അംഗീകരിച്ചു. ശരി, നല്ല സാധനം. പക്ഷേ എല്ലാ സാധനവും ഒന്നിച്ച് കൊളാബ് ചെയ്തിടുന്ന നിങ്ങൾ എന്തുകൊണ്ട് മാപ്പ് മാത്രം കൊളാബ് ഉണ്ടാക്കിയില്ല? ഇൻഡിവിജ്വലായിട്ട് ഒരു ചെറിയ പ്രഹസനം പോലെ കാണിച്ചു വെച്ചു. അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കൊളാബ് ചെയ്യാം. അല്ലെങ്കിൽ നിരഞ്ജനയ്ക്ക് സ്വന്തം ഐഡന്റിറ്റി ഉണ്ടല്ലോ, സ്വന്തമായിട്ട് ഇടാം. അത് വിട്ടിട്ടില്ല, ഒരു പോസ്റ്റ് ഇട്ട് ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചത്. അതുമല്ല നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി അപ്പോൾ കേസ് ഒഴിവാക്കാനുള്ള പരിപാടികൾ ചെയ്തു. ഈ മെഹന്തി ആർട്ടിസ്റ്റ് ഓൾറെഡി കേസിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് വിവി ഹിയർ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചപ്പോൾ മെഹന്തി ആർട്ടിസ്റ്റ് വിവി ഹിയറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയതിനാൽ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി പുള്ളിക്കാരി ക്ഷമാർപ്പണം നടത്തിയതാണ് എന്ന് നമുക്ക് ഒരു അനാലിസിസിൽ എത്തിച്ചേരാം. ഈ പുള്ളിക്കാരി ബിഗ് ബോസിനോടെന്ന് പറയുന്നത് കേട്ടോ, പൊളിയായിരിക്കും. പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, മെഹന്തി ആർട്ടിസ്റ്റിന് ഇവരുടെ പ്രാങ്ക് കാരണം ഉണ്ടായ ബുദ്ധിമുട്ടിന് ഇവർ ക്ഷമ ചോദിക്കുന്നു. ശരി, വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. നമ്മൾ ഒരു തെറ്റ് ചെയ്തു. നമ്മൾ ഒരു തെറ്റ് ചെയ്തപ്പോഴത്തേനും നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നും ഞാൻ ചെയ്തത് തെറ്റാണ്, ക്ഷമ പറയണം. നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. അങ്ങനെ ഒരു കുറ്റബോധം ഈ രണ്ടെണ്ണത്തിനും ഇല്ല. ഈ രണ്ടെണ്ണത്തിനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇവരൊരു പ്രാങ്ക് ചെയ്തു. ഈ പ്രാങ്ക് ചെയ്തപ്പോൾ ഇവർക്കെതിരെ കേസ് വരുന്നു. അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന നല്ല പേര് മാറി ചീത്തപ്പേരായി. പല ആളുകളും മോശമായിട്ടുള്ള രീതിയിൽ കമന്റുകൾ ചെയ്യുന്നു. അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. മോശമായിട്ടുള്ള കമന്റ്സ് നിങ്ങൾ ചെയ്യാതിരിക്കുക. ക്രിറ്റിസിസം വേറെ, മോശം കമന്റ് വരെ. അങ്ങനെ വന്നപ്പോഴത്തേനും ഇവർ തല വീരാൻ വേണ്ടി കുറെ മാപ്പ് പറഞ്ഞ്, അതായത് ആദ്യം ഇവരൊരു സ്റ്റോറി ഇട്ടു മാപ്പ് പറഞ്ഞിട്ട്. ആദ്യം കുറെ ഇതിനെ ന്യായീകരിച്ചു, അതിനുശേഷം മാപ്പ് പറഞ്ഞ് സ്റ്റോറി ഇട്ടു. RJ അഞ്ജലി ഒരു വീഡിയോ ഇട്ടു, RJ അഞ്ജലി 2 വീഡിയോ ഇട്ടു, 2 പേരും കൂടെ ചേർന്നൊരു വീഡിയോ ഇട്ടു. സോ ഇവർ മാപ്പ് പറയുന്നത് കമന്റ് ബോക്സിലുള്ളവരെയും കുറച്ച് ഓഡിയൻസിനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ അവർക്ക് ആ വർണ്ണം കൊണ്ട് നമ്മൾ ശരിയുടെ നമുക്ക് 2 സ്റ്റാൻഡ് എടുക്കാം. ഒന്നുകിൽ ഞാൻ ചെയ്തത് ശരി, നീ എന്താന്ന് വെച്ചാൽ കാണിക്കുക എന്ന സ്റ്റാൻഡ് എടുക്കാം. അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് സോറി പറയാം. 3 ഇപ്പൊ കാണിച്ച പോലെ ചെയ്യാം. ഇത് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത പരിപാടിയാണ് നമുക്ക് തോന്നാനുള്ള കാരണം ഇവര് ഏത് പ്രാങ്ക് ഇട്ടാലും എന്ത് ക്നാപ്പ് ഇട്ടാലും രണ്ടും കൂടെ കൊളാബ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ RJ മറ്റേ നിരഞ്ജനയുടെ പേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രാങ്കും കാര്യങ്ങളും എല്ലാം കൊളാബുണ്ട്. ഇപ്പോൾ ഇവര് പറഞ്ഞ മാപ്പും കൊളാബല്ല. ഏതാ 2 പേരും കൂടെ വന്നിരുന്ന് പറഞ്ഞ മാപ്പില്ലേ, അത് കൊളാബില്ല. അതായത് RJ നിരഞ്ജനയ്ക്ക് അത് മാപ്പ് പറയേണ്ട ഒരു സാധനമായിട്ട് തോന്നിയില്ല. അത് അവർക്ക് കൊളാബ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല, അവരത് കൊളാബ് ചെയ്തിട്ടുമില്ല. ആർക്കണ്ടോ വേണ്ടി കുറെ മാപ്പ്. ഇനി മാപ്പിന് ശേഷം സെൽഫ് ട്രോൾ എന്ന പ്രക്രിയയുമായിട്ട് ഇവർ വന്നിരിക്കുകയാണ്. നമുക്ക് സെൽഫ് ട്രോൾ പ്രക്രിയ എന്ന് കണ്ടല്ലോ. അല്ലേ, ഞാൻ ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ലാസ്റ്റ് ഇട്ട വീഡിയോ വരെ കണ്ട് ചേച്ചി അത് ലാസ്റ്റ് ഇട്ട വീഡിയോ ട്രോളിയവന്മാർക്ക് ഇട്ട, അല്ലെങ്കിൽ ചേച്ചിയുടെ ഭയങ്കര ചേച്ചി ഇഷ്ടമായിരുന്നു, ചേച്ചി ലാസ്റ്റ് ഇട്ട വീഡിയോ ശരിയല്ല എന്ന് പറഞ്ഞവർക്കിട്ടുള്ള ട്രോളാണ് ആ ഒരു സെന്റൻസ്. ബാക്കി സെന്റൻസും കാണാം. 5-ാം തീയതി എന്റെ ബർത്ത്ഡേ, ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ ചെയ്ത് അയച്ചു തരാൻ പറ്റുമോ? ഇപ്പം മതി, ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ അയച്ചു തരുമോ?
കുഞ്ഞെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത പറയില്ലേ, റീടേക്ക് എടുക്കേണ്ടി വന്നില്ലല്ലോ. കറക്റ്റ് സ്ക്രിപ്റ്റിലുള്ള സാധനം പറ. നമ്മൾ അതിനല്ലേ പ്രാവീണ്യം നേടിയത്. സ്ക്രിപ്റ്റിലുള്ളത് പറ, ഇല്ലാത്തത് പറയില്ല. ആർജഞ്ചലി പതറിയതുണ്ടോ? അങ്ങനെ പതറിക്കാൻ പാടില്ല കേട്ടോ. മോളെ വിശക്കണില്ലേ അമ്മോ? നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലാ? ഒന്നും തിന്നാൻ പോലും തോന്നല്ലേ. പക്ഷേ എനിക്കൊരു ഊണ് മതി. നിനക്ക് എന്തോ വേണം? എനിക്കൊരു ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. പോയിന്റ് നമ്പർ 1, നിങ്ങളുടെ ഈ ഹാപ്പി ബർത്ത്ഡേ ആ ഒരു സർക്കാസം എന്തിനായിരുന്നു? ബേസിക്കലി ഞാൻ താഴത്തിലടാ, രേണുസുതിക്ക് പിടിക്കുക. താഴത്തില്ല ഞാനാണ് ടോപ്പ്. ഞാൻ മാപ്പ് പറഞ്ഞ് എന്താത്തിലോ വേണ്ടി കാട്ടിക്കൂട്ടിയ കട്ടായം. ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇവരത് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്വന്തമായിട്ട് ട്രോളുമാണ് ചെയ്ത സാധനങ്ങൾ. ഇപ്പൊ വിശക്കുന്നു, നിനക്ക് എന്ത് വേണം? എനിക്ക് ചിക്കൻ ബിരിയാണി വേണം. അയ്യോ എന്തിനാ കുഞ്ഞ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കുന്നത്? നിനക്ക് ഞാൻ കേക്ക് മേടിച്ചു തരൂലേ? നല്ല കിടക്കാച്ച കേക്ക്. ഈ കേക്ക് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പരസ്പരം എറിഞ്ഞു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലെ മുട്ട പതപ്പിക്കുന്നതിന് പകരം കുറച്ച് സോപ്പ് പതപ്പിക്കാൻ പറ്റുമോ? നല്ലോണം സോപ്പ് പതപ്പിച്ച് ഒരു കേക്ക് എടുത്താലോ? ഇത് ഇവർ ചെയ്ത പല സാധനങ്ങളുടെ സർക്കാസമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. അതായത് ഇവര് സ്വന്തമായിട്ട് തന്നെ സർക്കാസത്തിലൂടെ നമ്മളെ ഓഡിയൻസിനെ ട്രോളുമാണ്. ഇനിയും പറ, ഇവരുടെ മാപ്പ് ആത്മാർത്ഥ മാപ്പാണോ? മാത്രമല്ല ആസനത്തിലുള്ള മൈലാഞ്ചി മെഹന്തിയാൻ ട്രോളുന്നുണ്ട്. നമുക്കത് കാണാം. ഞാൻ ചേച്ചിയുടെ എനിക്കൊരു ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ചേച്ചി, ചേച്ചി എന്താ ചേച്ചിനകത്തൊന്ന് ഒളിച്ചിരിക്കണ? ഒരു സമാധാനത്തിന് വേണ്ടി ഇരിക്കുന്നേടെ. അതിനൊന്ന് ഒളിച്ചിരിക്കണ എന്തിന് ചേച്ചി? സർക്കാസ്റ്റിക് റെപ്രസെന്റേഷൻ ഓഫ് അവർ ഒളിച്ചിരുന്നിട്ടില്ല. ഇവർ ഒളിച്ചിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചതാണ്. മനസ്സിലായല്ലോ അല്ലേ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അവർ ഒളിച്ചിരുന്നല്ല, നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചത്. നമ്മുടെ തെറ്റിദ്ധാരണകളെയാണ് ഇവരിങ്ങനെ അങ്ങനെ സർക്കാസിക്കുന്നത്. ചേച്ചി എന്തോ സംരംഭം തുടങ്ങിയെന്നോ? ഫിഷ് ടാങ്കിലൊക്കെയാണ് ഇരിക്കണം. ഇനി മീനുകൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുമോ എന്തോ. ഫിഷ് ടാങ്കിലൊക്കെയാണ് ഇരിക്കണത്. ഇനി മീനുകൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുമോ എന്തോ. എങ്ങനെയുണ്ട്? അതായത് സ്വന്തമായിട്ട് അവർ തന്നെ ചെയ്ത്, അവർ തന്നെ ഏറിപ്പോയി, അവർ തന്നെ മാപ്പ് പറഞ്ഞ്, അവർ തന്നെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ട് അവർ തന്നെ വീണ്ടും ഓരോ കണാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ മാപ്പിന് ഒരു ആത്മാർത്ഥതയും ഇല്ല. ഇവർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. ഇനി ഇത് മാത്രമല്ല, ഇവർക്ക് ഒരുപാട് മോശം കമന്റുകൾ വന്നതിനെ തുടർന്ന് ഇവർ കമന്റ് ബോക്സുകളെല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഓഫാക്കി വെച്ചത് മാത്രമല്ല, ഇവരൊരു പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു, സ്റ്റോപ്പ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ടു. അതിനിട്ട സാധനമാണ് നമ്മൾ ആദ്യം കണ്ടത്. സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നവർ നിയമ നടപടികൾ നേരിടേണ്ടി വരും. അപ്പം നിങ്ങൾ ആ മെഹന്തി ആർട്ടിസ്റ്റിനെ ചെയ്ത സെക്ഷൽ അബ്യൂസോ നിങ്ങൾ വിളിച്ച് അവരുടെ ഐഡന്റിറ്റി, അവരുടെ ശബ്ദം മുഖാന്തരം, അവരുടെ തൊഴിൽ മുഖാന്തരം അവരെ തിരിച്ചറിഞ്ഞ ആളുകൾ അവരെ ചെയ്തിട്ടുള്ള സൈബർ ബുള്ളിങ്, സെക്ഷൽ അബ്യൂസിന് ആര് നിയമ നടപടി നേരിടേണ്ടി വരും? അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് പല തവണയും ഒരു ചേട്ടൻ്റെ ജിമ്മിലെ ചേട്ടനെ വിളിച്ച് ട്രോളി, വേറൊരു ചേട്ടൻ്റെ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഡിക്കി പൊള്ളുമെന്ന് പറഞ്ഞ് ട്രോളി. അവർ നേരിട്ട സെക്ഷൽ അബ്യൂസിനോ? ഈ സെക്ഷൽ അബ്യൂസ് അവരിലേക്ക് ഇളക്കി വിട്ടത് നിങ്ങളല്ലേ? അപ്പം അതിന് ഉത്തരവാദിത്വം വയ്ക്കുമോ? നമുക്ക് വന്നാൽ കൊള്ളും, അവർക്ക് വന്നാൽ നമ്മൾ കൊടുക്കുന്ന കുഴപ്പമില്ല, നമുക്കിട്ട് വന്നാൽ കൊള്ളും. നിങ്ങൾക്കിട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്കുണ്ടായ ഇതേ വികാരമാണ് നിങ്ങൾ പലർക്കിട്ട് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും സഭ്യമായിട്ട് ചെയ്യുക. ഇപ്പോഴും ഇവർ താന്നിട്ടൊന്നുമില്ലടേ. ഇവർ ചുമ്മാ പേരിൻ്റെ ഒരു മാപ്പ് പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്കാൻ നോക്കുന്നു, അത്ര ഉള്ളൂ. അല്ലേ ഇവർ ഉള്ളിൽ നിന്നൊന്നും മാപ്പ് പറഞ്ഞല്ല. ഉള്ളിൽ നിന്ന് പറഞ്ഞാലും കോവയ്ക്കാന്ന് പറഞ്ഞാലും ഇനി ഇത്തരത്തിൽ വള്ളിപ്പോയി ചാടത്തില്ലെന്ന് തോന്നുന്നു. ഇനി ഈ നിരഞ്ജന എന്ന് പറയുന്ന കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഇട്ടുതരാം, കാണിച്ചിങ്ങോട്ട് കിടന്നാൽ മതി, നല്ല സൂപ്പർ ഡിസൈൻ ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം എന്ന് പറഞ്ഞൊരുത്തം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അവര് നീയും തമ്മിൽ എന്താ ബന്ധം? അല്ല, എന്താ വ്യത്യാസം? അവർ മറ്റൊരാളോട് പറഞ്ഞു, നീ ഇവരോട് പറഞ്ഞു. അപ്പം നീയും വെറും തണ്ടിയാണ് ഈ വിളിച്ച് സംസാരിച്ച ആള്. ഇനി ഇവരെ ആർജെ അഞ്ജലി നിരഞ്ജലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്താണ് ഇയാൾ നിങ്ങൾക്ക് തന്നത്. അപ്പം ഇതേ വികാരമാണ് നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നത്, ഇതേ വികാരമാണ് മെഹന്തി ആർട്ടിസ്റ്റിന് തോന്നുന്നത്. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെട്ടിപ്പോയി. നമുക്കതിൽ ആ കോളൊന്ന് കേൾക്കാം. അല്ല, കോളല്ല, മെസ്സേജ്. നീ എന്തിനാ ഇത്ര നല്ല ആർട്ടിസ്റ്റാണ് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ എന്തിനാണ് വേറെ ലോഡീസിനേക്ക് പോയിട്ട് വിളിക്കുന്നത്? നിനക്ക് കുറുണ്ടിൽ മെഹന്തിട്ട് പോരായോ? ഞാൻ ഇട്ടെടുത്തില്ല നിനക്ക് നല്ല നൈസായിട്ട് നല്ല ഡിസൈൻ വർക്കിൽ ഞാൻ ചെയ്തെടുത്തിരിക്കും. രണ്ട് സൈഡിലെ കുണ്ടിൽ ഇങ്ങനെ സൈഡിലായിട്ട് മാറ്റി ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഡിസൈനിൽ ചെയ്തു തരും. അതൊക്കെ നൈസായിട്ട് നല്ല സോഫ്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഒക്കെ ചെയ്ത് തരുമ്പോൾ ഒരു പ്രത്യേക സുഖം കൂടെ കിട്ടും നിനക്ക്.
എൻ്റെ പൊന്നനിയ, ഇത് പക്ക സെക്ഷൽ അബ്യൂസ് ആണ്. ഇത് ഇവർ കേസ് കൊടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ വട്ടത്തിൽ നീളത്തിൽ നിന്ന് നോക്കും നിന്നെ ആൾക്കാർ, പോലീസുകാർ കുമാന്നിടിക്കുന്നതിന് കിട്ട്. അതായത് ഒരാൾ ചെയ്തത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവരെ നമ്മൾ വിമർശിക്കുന്നതിന് മാന്യത കീപ്പ് ചെയ്യണം. ആ മാന്യത കീപ്പ് ചെയ്തിട്ട് മാത്രമേ ചെയ്യൂ. നീ ഇപ്പം ചെയ്തത് തെണ്ടിത്തരമാണ്. അത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അവർ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്തത് അതേ തെറ്റ് തന്നെയാണ്. നിനക്ക് അവരെ വിമർശിക്കാൻ അപ്പോൾ യാതൊരു റൈറ്റും ഇല്ല. ഓക്കെ, നമുക്ക് ബാക്കി കോൾ കേൾക്കാം. കുട്ടാ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ റെക്കോർഡിങ്സ് ഉണ്ടാകും, മൈക്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും. സോ ഒരുമിച്ച് നമുക്ക് പോലീസ് സ്റ്റേഷനിലിരുന്ന് മെഹന്തി ഇടാം കേട്ടോ. ചേച്ചിയും വരാം, ചേച്ചിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ചേച്ചിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആർ ജെ അഞ്ജലി ആ വിഷയത്തെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് നിരന്തരമായി നമുക്കിപ്പോൾ പറയാം, അവർ ചെയ്തിട്ടല്ലേ അവർ അനുഭവിച്ചത്, കുറേ നെഗറ്റീവ് കമൻറ്റ് വായിക്കരുത് പറയാം. അങ്ങനെയൊന്നല്ല. നെഗറ്റീവ് കമൻറ്റ് വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നവരൊക്കെ കൊള്ളും. ഇവർക്ക് കൊണ്ടു ഇതേ കൊള്ളലാണ് ഇവർക്ക് പലർക്കും കൊടുത്തിട്ടുള്ള കൊള്ളൽ. അത് നമ്മൾ സമ്മതിച്ചു. അതിന്റെ ലീഗൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തു. യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നവര് എഴുതി കൊടുത്ത് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ പക്ഷെ നീ ഇപ്പൊ എന്താ ചെയ്തത്? നീ യാതൊരു പ്രശ്നമില്ലെന്ന് അവര് എഴുതി കൊടുത്ത് കഴിഞ്ഞു. എവിടെ എഴുതി കൊടുത്തു? അപ്പോൾ ഓൾറെഡി ഇത് കേസായി. അത് സെറ്റിൽ ചെയ്യാനായിട്ട് എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ സെറ്റിൽ ചെയ്തോ എല്ലാം കോംപ്ലിമെന്റ്സ് നീ നിന്റെ വഴിക്ക് ഞാൻ അങ്ങനെ ഇട്ടാൽ മതിയല്ലോ. അപ്പൊ അത് കേസായി. കേസ് കോംപ്ലിമെന്റ്സ് ചെയ്യാനാണ് ഇവർ വന്ന് സോറി എല്ലാം പറഞ്ഞത്. അത് നമുക്കൊരു വ്യക്തത കിട്ടിയല്ലോ. ഇനി നമുക്ക് അണ്ണന്റെ കോളിന്റെ ബാക്കിയേക്കാം, മെസ്സേജിന്റെ ബാക്കിയേക്കാം. അബ്യൂസാ ചെയ്തത്, അതും എന്റെ മോളുടെ പ്രായത്തിലുള്ള അത് ലീഗൽ ഇഷ്യൂസ് നീ അങ്ങനെ ഫേസ് ചെയ്താൽ മതി. അപ്പോൾ ലീഗൽ ഇഷ്യൂസ് അങ്ങനെ ഫേസ് ചെയ്താൽ മതി. ബാക്കി അടുത്ത ചാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാം. അവിടുത്തെ ഫ്ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ, കേരളത്തിലേക്ക് എപ്പോഴാണ് ഖത്തർ എയർവേസ് നോക്കട്ടെ. ഞാൻ ഖത്തർ എയർവേസിലല്ലേ വരാറുള്ളത്. ഇത് ഇങ്ങനെ കുറേ നാറുകളുണ്ട്. ഞാൻ വിദേശത്താണ്, എന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കതുകൊണ്ട് എന്ത് തോന്നിയ ദിവസവും പറയാം എന്ന് ചിന്തിക്കുന്ന കുറേ നാറുകളുണ്ട്. നല്ലത് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ, വിദേശത്തിരുന്ന് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ശേഷം ഇവർ കേസ് കൊടുക്കുന്നതൊക്കെ പറയുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, ഒന്നും സോറി കേട്ടോ, ക്ഷമിച്ചേരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഇവർക്ക് വലിയ രീതിയിലുള്ള സെക്ഷൽ അബ്യൂസ് വരുന്നുണ്ട്. അത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, നിങ്ങൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം, പക്ഷേ അതിന് ഒരു മാന്യതയുടെ അതിർവരമ്പുകൾ വെച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ അവർ നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസമില്ലടെ. ഇവരെ അങ്ങനെ പറയുന്ന മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ യാതൊരു അവകാശവും ഇല്ല. നിങ്ങൾ അതിന് യോഗ്യനല്ല. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് മറ്റൊരു ഡേറ്റ് ആണ്. ബൈ.